ശബരിമലയുടെ ഭരണവും ആചാരപരമായ കാര്യങ്ങളിലും കോടതി ഇടപെടുന്നത് മൂലം സർക്കാരിന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ലെന്ന് ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവന അനവസരത്തിലുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷത്തുള്ളപ്പോൾ ദേവസ്വം വിഷയങ്ങളിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണങ്ങൾ സ്വാഗതം ചെയ്തവർ അധികാരത്തിലെത്തിയപ്പോൾ കോടതിയുടെ ഇടപെടൽ സംബന്ധിച്ച നിലപാട് തന്നെ മാറ്റുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. വിവരങ്ങളുമായി ഷീജയാണ് ചേരുന്നത്. ഷീജ, ശബരിമല സ്വർണ്ണമോഷണത്തിൽ അടക്കം എന്താണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ കെ മുരളീധരൻ അടക്കം സ്വീകരിച്ച നിലപാടെന്ന് നമുക്കറിയാം. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണം എന്നൊക്കെ പലതവണ വന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കെ മുരളീധരൻ. ഇപ്പോൾ ഇതാ ഈ വിഷയത്തിലെ അവരുടെ ഇരട്ടത്താപ്പ് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് തുറന്നു കാട്ടുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അക്ഷയ്, ഏതായാലും ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം അത് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതിയുടെ നിശ്ചയിച്ച പ്രത്യേക അന്വേഷണ സംഘം, ആ അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിഭാഗ അഭിഭാഷകനെ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പദവി പുതുതായി സൃഷ്ടിച്ച് UDF സർക്കാർ നിയമിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായി. പക്ഷേ വ്യാപക പ്രതിഷേധങ്ങളെ തുടർന്നാണ് അത് റദ്ദ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെയുള്ള നടപടികളാണ് ഈ സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ വകുപ്പിന്റെ മന്ത്രി തന്നെ പറയുന്നത് ശബരിമലയുടെ ഭരണപരവും ആചാരപരവുമായ കാര്യങ്ങളിൽ കോടതി ഇടപെടലുകൾ മൂലം സർക്കാരിന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ലെന്നും മറ്റുമുള്ള ദേവസ്വം മന്ത്രിയുടെ ആ പ്രസ്താവന അത് അവസരത്തിലുള്ളതാണ് എന്നുകൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷത്തുള്ളപ്പോൾ ദേവസ്വം വിഷയങ്ങളിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണങ്ങൾ സ്വാഗതം ചെയ്തവരാണ് അധികാരത്തിൽ എത്തിയപ്പോൾ കോടതിയുടെ ഇടപെടൽ സംബന്ധിച്ച് നിലപാടിൽ തന്നെ മാറ്റം വരുത്തുന്നത്. കോടതിയുടെ മേൽനോട്ടത്തെ തങ്ങളുടെ സൗകര്യപൂർവ്വം സ്വാഗതം ചെയ്യുകയും അല്ലാത്ത സമയം തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം അത് ഗൂഢലക്ഷ്യം വ്യക്തമാക്കുന്നതാണ് എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ മന്ത്രിമാർ സംസാരിക്കുന്നത് ഉചിതമായ രീതിയല്ല എന്നുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്.